ഓം ശാന്തി. സാമ്പത്തികമായ പ്രയാസങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ് ലോകത്തെ അധികം മനുഷ്യന്മാർ. അതുകൊണ്ട് സാമ്പത്തികമായ പ്രതിസന്ധികളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിക്കൊണ്ട് ലോ ഓഫ് അട്രാക്ഷൻ്റെ ഒരുപാട് വീഡിയോസ് സിസ്റ്റർ തന്നെ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തന്നിട്ടുണ്ട്. പല ടെക്നിക്സ്, പല രീതികൾ, മെഡിറ്റേഷൻ പലതും ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു. ഇതെല്ലാം ചെയ്തിട്ടും എന്നെക്കൊണ്ട് സാധ്യമല്ല എന്ന് ആവുന്നില്ലല്ലോ സിസ്റ്ററെ. എന്തുകൊണ്ടാണ് എനിക്ക് ബാക്കി എല്ലാ കാര്യങ്ങളും ശരിയായി കിട്ടുന്നു, മുന്നോട്ട് പോകാൻ എനിക്ക് സാധിക്കാത്തത് എന്ത് എന്ന് എന്നോട് ചോദിക്കുന്നതായിരിക്കുന്നു കുറേ സഹോദരി സഹോദരന്മാർ. അതുകൊണ്ട് അവർക്ക് വേണ്ടിയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. ഒരു കാര്യം മനസ്സിലാക്കുക, ലോ ഓഫ് അട്രാക്ഷൻ അത് സത്യമാണ്. പക്ഷേ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? എന്താണോ നമുക്ക് വേണ്ട കാര്യം അതിനെക്കുറിച്ച് നിരന്തരമായി ചിന്തിക്കുമ്പോൾ ആസ് യു തിങ്ക് സോ യു ബിക്കം എന്ന് പറയാറുണ്ടല്ലോ. എന്ത് നമ്മൾ ചിന്തിക്കുന്നോ നമ്മളായിത്തീരുന്നു. ഞാൻ സമ്പന്നനാണ് എന്ന് ചിന്തിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ സമ്പത്ത് നിങ്ങൾ വന്ന് ചേരും. പക്ഷേ ഓൺലി ലോ ഓഫ് അട്രാക്ഷനിൽ ചിന്ത മാത്രം പോരാ, അതിന് വേണ്ടതായിരിക്കുന്ന അടുത്ത സ്റ്റെപ്പാണ് ഇൻസ്പയർഡ് ആക്ഷൻസ്. അതിൽ നിന്ന് പ്രേരണ ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്യേണ്ടതായിരിക്കുന്ന കർമ്മങ്ങൾ. മനസ്സിൽ ഇത്തരം അഫർമേഷൻ നമ്മൾ റെഗുലറായി ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഉള്ളിൽ നിന്നൊരു ഊർജം നിങ്ങളോട് ആ ഒരു കാര്യം ചെയ്യേ, ഈ ഒരു കാര്യം ചെയ്യേ എന്ന് പ്രേരണ തരും. അതിനെ സ്വീകരിക്കാനും അതുപ്രകാരം ചെയ്യാനും നമ്മൾ തയ്യാറാവണം. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന സ്വപ്നം എന്താണെങ്കിലും, ഹെൽത്ത് ആവാം, വെൽത്ത് ആവാം, ഹാപ്പിനെസ് ആവാം, റിലേഷൻഷിപ്പ് ആയിരിക്കാം, എന്തും ആയിരിക്കാം. നമ്മൾ ലോ ഓഫ് അട്രാക്ഷനിലൂടെ നമുക്ക് വേണ്ടതായിരിക്കുന്ന ഡ്രീം അട്രാക്റ്റ് ചെയ്യാൻ നോക്കുന്ന സമയത്ത്, മണി അട്രാക്റ്റ് ചെയ്യാൻ നോക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ചെയ്യണം എന്നതായിരിക്കുന്ന തീവ്രമായ ഇച്ഛ വരാറുണ്ട്. പക്ഷെ ആ സമയത്ത് ഒരു ഉദാഹരണം പറയുകയാണ്. ഒരു ലോട്ടറി അടിക്കണം എന്ന് സ്വപ്നങ്ങൾ അല്ല, ലോട്ടറിക്ക് വേണ്ടി സ്വപ്നം കാണണമെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. യു ക്യാൻ ഓർ യു കാൻറ്റ്, നിങ്ങളുടെ ഇഷ്ടം പോലെ. അങ്ങനെ ഒരു ഉദാഹരണം പറയുകയാണ്. വലിയൊരു ലോട്ടറി എടുക്കാൻ വേണ്ടിക്കൊണ്ട് ഞാൻ സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ അതിനൊരു ലോട്ടറി വാങ്ങാതെ പറ്റില്ലല്ലോ. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനും ഒരു ലോട്ടറി വാങ്ങാനുള്ളതായിരിക്കുന്ന ഒരു ഇൻസ്പയർഡ് ആക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് അവർക്ക് ആ ലോട്ടറിയെക്കുറിച്ച് സ്വപ്നം കാണാൻ സാധിക്കുള്ളൂ. നല്ലൊരു ജോലി എനിക്ക് കിട്ടണം, ആ ജോലിയിലൂടെ നല്ല ഇൻകം ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിക്കൊണ്ട് പഠിച്ച് അതിന് വേണ്ട PSC എക്സാം ആണോ, ഏത് ടൈപ്പ് എക്സാം ആണോ, അതിനുവേണ്ടി തയ്യാറാവാൻ പഠിക്കാൻ നമ്മൾ തയ്യാറാവണമല്ലോ. അല്ലാതെ സ്വപ്നം കണ്ടതുകൊണ്ട് മാത്രം കാര്യം നടക്കില്ലല്ലോ. നല്ലൊരു ആരോഗ്യം വേണമെന്ന് ആഗ്രഹിക്കുന്നവർ മാറ്റിവെക്കാതെ ഇന്ന് 10 മിനിറ്റെങ്കിലും ഞാൻ വ്യായാമം ചെയ്യട്ടെ എന്ന് വിചാരിച്ചാൽ മാത്രമേ നടക്കൂ. ഈവൻ നിങ്ങൾക്ക് കുനിയാനും വളയാനും നടക്കാനും ഒന്നും പറ്റാത്ത രീതിയിലുള്ളതായിരിക്കുന്ന എന്തെങ്കിലും രോഗിയാണ്, അവരെന്ത് എക്സസൈസ് ചെയ്യും? പ്രാണായാമം അത് ചെയ്യാലോ, കൈകൾ ഇളക്കുന്നത് ചെയ്യാലോ, ബോഡി ഇരുന്നു കൊണ്ട് സ്ട്രെച്ച് ചെയ്യുന്നത് ചെയ്യാലോ. ഓപ്ഷൻസ് അവിടെ ഇല്ല. വേണമെന്ന് വിചാരിച്ചാൽ ഏതവസ്ഥയിലുള്ള ആൾക്കും ചെയ്യാൻ പറ്റുന്നതായിരിക്കുന്ന ഒരുപാട് എക്സസൈസ് ഉണ്ട്. ഈവൻ നിങ്ങൾ കിടക്കുകയാണ്, കയ്യോ കാലോ ഒടിഞ്ഞിട്ടെങ്കിൽ പോലും പ്രാണായാമങ്ങൾ അതാർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. നല്ല ആരോഗ്യം സ്വപ്നം കാണുന്നുവെങ്കിൽ തീർച്ചയായിട്ടും സർക്കുലേഷൻ നന്നാക്കിയേ പറ്റൂ. അതുകൊണ്ട് നിങ്ങൾ ആ രീതിയിലുള്ളതായിട്ടുള്ള ഇൻസ്പയർഡ് ആക്ഷൻ ചെയ്തേ പറ്റൂ. അതായത് ഊർജ്ജം ഉൾക്കൊണ്ട നിങ്ങളിൽ നിന്ന് ഇൻട്രസ്റ്റോടെ താല്പര്യത്തോടെ ചെയ്യുന്നതായിരിക്കുന്ന കർമ്മം ചെയ്തേ പറ്റൂ. ആ കർമ്മം ചെയ്യാൻ വേണ്ടി പറയുമ്പോൾ അതിനോട് ചേർന്ന് നിൽക്കുന്ന വേറൊരു ലോ കൂടിയുണ്ട്, ലോ ഓഫ് വൈബ്രേഷൻ. നമ്മൾ ഏത് കാര്യമാണോ ഇല്ലാത്തത്, അതെനിക്കില്ല ഇല്ല ഇല്ല എന്ന് വിഷമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് നിങ്ങളുടെ ഉപബോധ മനസ്സിൽ നിന്ന് പുറപ്പെടുവിക്കുന്നതായിരിക്കുന്ന നെഗറ്റീവ് വൈബ്രേഷൻ, അത് നെഗറ്റീവിനെ മാത്രമേ അട്രാക്റ്റ് ചെയ്യുള്ളൂ. ശരിയാണ്, എനിക്ക് ഒരുപാട് ആളുടെ അനുഭവത്തിലൂടെ അറിയാം. പൈസ ഇല്ലാത്ത സമയം വരുമ്പോൾ, ഒരാളെ ഇന്ന് കടം വാങ്ങിയിട്ട് നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്തൊരവസ്ഥ വരുമ്പോൾ, ആ പൈസ കടം കൊടുത്തേ തീരുന്നൊരു സന്ദർഭം വരുമ്പോൾ, അവർ നമുക്ക് ഡെഡ് ലൈൻ തന്ന് കിട്ടിയേ പറ്റൂ എന്ന് പറയുമ്പോൾ, ആ കൊടുക്കേണ്ട ആളുടെ കയ്യിൽ ആ പൈസ ഇല്ലെങ്കിൽ അവരുടെ മാനസികാവസ്ഥ എന്താവും എന്നുള്ള കാര്യം മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. കൊടുക്കാൻ പറ്റാതെ വരുമ്പോൾ ആ കിട്ടേണ്ട ആളുടെ കയ്യിൽ നിന്നതായിട്ടുള്ള ശകാരങ്ങൾ, ശാപവാക്കുകൾ, ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് ഭൂമിയിൽ നിന്ന് താഴേക്ക് പൊളിഞ്ഞിറങ്ങി പോയെങ്കിൽ എന്ന് പോലും ആഗ്രഹിച്ചു പോകുന്നതായിട്ട് രീതിയിലുള്ള മാനസികാവസ്ഥകൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. പക്ഷെ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾക്ക് പകരം ഞാനോ മറ്റാരെങ്കിലുമോ ചെയ്തതുകൊണ്ട് ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തെ ഉദ്ധരിക്കാനേ സാധ്യമല്ല. അതുകൊണ്ട് വർക്ക് ചെയ്യേണ്ടത് വേറെ എവിടെയുമല്ല, നമ്മളിൽ നമ്മൾ വർക്ക് ചെയ്തേ പറ്റൂ. ഇതെല്ലാം പറയുമ്പോൾ എത്ര കൂടുതൽ ഒരാൾ ചീത്ത പറയുമ്പോൾ സാരമില്ല, ഞാൻ എന്തായാലും നേടിയെടുത്തിരിക്കും. ഒരു ദിവസം ഈ ചീത്ത പറഞ്ഞ ആളുകളെ കൊണ്ട് തന്നെ ഇവൻ പാവമായിരുന്നു, ഇല്ലാഞ്ഞിട്ട് തരാതിരുന്നത്, വന്നപ്പോൾ കണ്ടോ തന്നു എന്ന് നല്ലവനെന്ന് പറയിപ്പിക്കുന്ന ഒരു ദിവസം വരുത്തുമെന്ന്
ചലഞ്ച് ഏറ്റെടുക്കും മനസ്സിൻ്റെ ഉള്ളിൽ. എനിക്ക് ഒന്നും ആവില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത്രയും വിഷമിക്കുമ്പോൾ ഞാൻ തീർച്ചയായിട്ടും നാളെ സമ്പന്നനാകുന്നൊരു ദിവസത്തിൽ എത്തിച്ചേരും, അത് അധികം ദൂരത്തല്ല എന്ന് വിചാരിച്ചുകൊണ്ട് ഈശ്വരനോട് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ പരീക്ഷയിൽ പാസ്സാവാൻ എന്നെ സഹായിച്ചതിന് എന്നെ താങ്ക് യു എന്ന് പറഞ്ഞുകൊണ്ട് ഹൃദയത്തിൽ നിന്ന് ഭഗവാന്റെ ഓർമ്മയിൽ മുഴുകാൻ വേണ്ടി ശ്രമിക്കൂ. ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ ബാഡ് ഡേയ്സിനെ ബെസ്റ്റാക്കി മാറ്റാൻ, മോശം സാഹചര്യത്തിന്, മോശം എന്ന് പറഞ്ഞുകൂടാ, കടുത്ത മോശമായ സാഹചര്യത്തിൽ കുരുങ്ങുന്ന സന്ദർഭം വരുമ്പോൾ അതിനെ അതിജീവിക്കാൻ വിധം അതിശക്തമായിരിക്കുന്ന സങ്കല്പധാരയെ മനസ്സിലുണ്ടാക്കിക്കൊണ്ട് നമ്മുടെ വൈബ്രേഷൻ മെയിൻറ്റെയിൻ ചെയ്തേ പറ്റൂ. കിണറ്റിൽ വീണ് കിടക്കുന്ന ഒരാൾക്ക് കൈ കൊടുക്കുന്ന സമയത്ത് കൈ ഉയർത്തിയാൽ മാത്രമേ അവർക്ക് കൈ പിടിച്ച് കയറാൻ സാധിക്കൂ. ആ ഉയർത്താനുള്ള അധ്വാനം അതവർ ചെയ്തല്ലേ തീരൂ. അതുകൊണ്ട് എന്ത് സാഹചര്യം നിങ്ങൾക്ക് ആവട്ടെ, എത്ര തന്നെ മോശം സാഹചര്യത്തിലാവട്ടെ, നമുക്കെല്ലാവർക്കും അറിയാം, ഫോർ എവറി ആക്ഷൻ ദർ ഇസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. നിങ്ങളുടെ ജന്മജന്മാന്തരത്തിൻ്റെ ഏതോ കണക്കുകൊണ്ട് വീണുപോയതായിരിക്കാമോ കുഴിയിൽ, പക്ഷെ കയറാൻ വേണ്ടിക്കൊണ്ട് ചെയ്യേണ്ട കർമ്മം അത് നമ്മൾ ചെയ്തേ തീരൂ. അല്ലെങ്കിൽ നിങ്ങളെ സഹായിക്കണം എന്ന് വിചാരിച്ച് മുന്നോട്ട് വരുന്ന ഒരാൾക്ക് നിങ്ങളെ സഹായിക്കാൻ നിശ്ചയിച്ച എമൗണ്ട് മറ്റെന്തെങ്കിലും കാര്യത്തിന് വേണ്ടി ഉപയോഗിച്ചു പോകേണ്ട സന്ദർഭം വന്നേക്കും. സോ ബി പവർഫുൾ, ബി പോസിറ്റീവ്. നമ്മുടെ ഉള്ളിൽ നിന്ന് ആ പോസിറ്റീവ് എനർജീനെ നിറയ്ക്കുക. എന്നിൽ നിറച്ചേ തീരൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എന്നിൽ നിറയ്ക്കാനുള്ള അധ്വാനം 1000 തവണ ആവർത്തിച്ച് റിപ്പീറ്റ് ചെയ്തുകൊണ്ട് അതേ തോട്ട് കൊണ്ടുവരേണ്ടി വന്നാലും ഞാൻ ജയിക്കും, ഞാൻ നേടിയെടുക്കും, സാരല്ല, ഇവരെ കൊണ്ടൊക്കെ നല്ലത് എന്ന് ഞാൻ പറയിപ്പിക്കുന്ന ഒരു ദിവസം വരും. അന്ന് ഞാൻ ആ ദിവസത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുക. അധികം ദൂരമൊന്നുമല്ല, അതെൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞു, അത് യാത്രയിലാണ്, എത്താനുള്ള സമയമേ ഉള്ളൂ. ഈ രീതിയിൽ നിങ്ങൾ സ്വയം അവനവൻ്റെ ഉള്ളിൽ തോട്ട് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കൂ. അവർ പറഞ്ഞ വാക്കുകളെ വീണ്ടും വീണ്ടും ഓർത്തുകൊണ്ടിരിക്കാതെ നമ്മുടെ ഉള്ളിൽ നിന്നതായിട്ടുള്ള പവർഫുൾ തോട്ട്സ് എഗെയിൻ ആൻഡ് എഗെയിൻ ഒരു വട്ടം പറഞ്ഞു നിൽക്കുന്നില്ല, 2 വട്ടം പറഞ്ഞു നിൽക്കുന്നില്ല, മന്ത്രം പോലെ പറഞ്ഞു ഈ കാര്യം. ഒരു സമയം വരുമ്പോൾ ആ വേദനയ്ക്ക് പകരം ഈ തോട്ട്സ് എല്ലാം ഊർജ്ജം ആവാഹിച്ചുകൊണ്ട് പുറത്തേക്ക് ചാടും. അവിടെ നിങ്ങൾ തല കുനിച്ചിരുന്നതിന് പകരം തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കുള്ള യാത്ര നിങ്ങൾ ആരംഭിക്കുകയും ചെയ്യും. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരുന്ന ആ പവർഫുൾ വൈബ്രേഷൻ നിങ്ങളുടെ പോസിറ്റീവ് കർമ്മത്തിലേക്ക് ആഡ് ചെയ്യപ്പെടുകയും ആ നെഗറ്റീവ് കർമ്മത്തിൻ്റെ അക്കൗണ്ടിന് പകരം ആ ഹൈ വൈബ്രേഷൻ നിങ്ങളെ അത്തരം സിറ്റുവേഷൻസിൽ കൊണ്ടെത്തിക്കുകയും ധനം നിങ്ങളിലേക്ക് കൊണ്ടുവരത്തക്ക രീതിയിലുള്ളതായിരിക്കുന്ന കർമ്മം എന്ത് തന്നെയാണെങ്കിലും, അത് ജോബ് ആവട്ടെ, അതല്ല മറ്റേതെങ്കിലും രീതിയിലുള്ള കാര്യങ്ങളാവട്ടെ, നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന നിങ്ങളതായിരിക്കുന്ന മേഖലയിൽ നമ്പർ 1 ആയിക്കൊണ്ട് വലിയ വലിയ എമൗണ്ടുകൾ നേടിക്കൊണ്ട് ഏറ്റവും വലിയ കുഴിയിൽ നിന്ന് ഏറ്റവും ഉയരത്തിലെത്താൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും. മറക്കാതിരിക്കുക, ലോ ഓഫ് അട്രാക്ഷൻ, ലോ ഓഫ് വൈബ്രേഷൻ, ലോ ഓഫ് കർമ്മ, ലോ ഓഫ് ഫോക്കസ്, ഇതെല്ലാം ഒറ്റ ചാനൽ വർക്ക് ചെയ്യേണ്ട സാധനങ്ങളാണ്. അവിടെ ലോ ഓഫ് അട്രാക്ഷൻ മാത്രം നോക്കാതെ അതിൻ്റെ കൂട്ടത്തിൽ കൂടെ ലോ ഓഫ് വൈബ്രേഷനിൽ കെയർഫുൾ ആവണം, ലോ ഓഫ് ഫോക്കസ് വേണം, ലോ ഓഫ് കർമ്മ വേണം. കർമ്മ എന്ന് വെച്ചാൽ അർത്ഥം ജസ്റ്റ് ചെയ്യുന്ന ശരീരം കൊണ്ട് ചെയ്യുന്ന കർമ്മം മാത്രമല്ല, നമ്മുടെ തോട്ട്സ് അത് വളരെ പവർഫുൾ ആയിരിക്കുന്ന കർമ്മമാണ്, നമ്മുടെ വൈബ്രേഷൻ ജനിപ്പിക്കുന്ന കർമ്മമാണ്, നമ്മുടെ മനോഭാവത്തെ മാറ്റുന്ന കർമ്മമാണ്. നമ്മുടെ ഉള്ളിൽ നിന്ന് വൈബ്രേഷൻ മറ്റുള്ളവർക്ക് നമ്മളുള്ളതായിട്ടുള്ള ആറ്റിറ്റ്യൂഡിനെ ചേഞ്ച് ചെയ്യാനുള്ളതായിരിക്കുന്ന ഘടകമാണ്. അതുകൊണ്ട് നമ്മളെ മാറ്റിക്കൊണ്ട് ലോകത്തെ മാറ്റിയെടുക്കാം. ഈ ഒരു സ്റ്റെപ്പ് വയ്ക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് എത്ര ധനം വേണോ അത് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിങ്ങൾക്ക് അങ്ങനെ സാധിക്കട്ടെ എന്ന് സർവശക്തനായ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി.